നമുക്കിന്ന് നരേന്ദ്ര പുണ്ടരീക് എഴുതിയ അമ്മയെക്കുറിച്ച് എഴുതിയ പുൽ ബനി ഥി മാ എന്ന നല്ലൊരു കവിത നോക്കാം. എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കവിതയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആശയം, അതാണ് അദ്ദേഹം കവിതയിലൂടെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ വേർഡ് മീനിങ്സ് എന്തൊക്കെയാന്ന് നോക്കാം. हम भाइयों के पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुप छुप छक छक. ഭായിയോ എന്ന് വെച്ചാൽ സഹോദരങ്ങൾ, പുൽ പാലം, ദൗഡ്ന ഓടുക, ബേധടക് നിർബാധം തടസ്സമില്ലാതെ എന്നൊക്കെയുള്ള. ഹരി ലാൽ ബത്തി വെച്ച ചുവപ്പ്, ഹരി പച്ച, ലാൽ ചുവപ്പ്, ബത്തി എന്ന് വെച്ച ലൈറ്റ്. नेक्स्ट लाइन्स. पिता के बाद हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. പിതാ അച്ഛൻ, അച്ചാനക് പെട്ടെന്ന്, ടൂട്ടനാന്റെ ശരിയായ വേർഡ് മീനിങ് പൊട്ടുക എന്നുള്ളതാണ്. ഇവിടെ ദുർബലയാവുക എന്നതാണ് കവി ഉദ്ദേശിക്കുന്നത്. ധീരെ ധീരെ പതുക്കെ, ബൂഢാ ഹോന വൃദ്ധയാവുക. നെക്സ്റ്റ് ലൈൻസ്. माँ के बार बार कहने को हम मान कर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. बार बार എന്താ വീണ്ടും വീണ്ടും, ആദത് ശീലം, ആവാസ് ശബ്ദം എന്നുള്ള, ധീരെ ധീരെ പതുക്കെ. नेक्स्ट लाइन्स. हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. എന്താ ഹാത്തോ ഹാത്ത് രഹന, നിയന്ത്രിച്ചു കൊണ്ടുപോവുക. കന്ധോമേ ആന, എന്താ ചുമലിലാവുക. വൃഷഭ് കന്ധ, സ്ട്രോങ് ഷോൾഡർ, അതായത് ദൃഢമായ ചുമലുകൾ. ഭാരി ഹോന, ഭാരിച്ചതാവുക. നെക്സ്റ്റ് ലൈൻസ്. ജബ് തക് ജീവിത് രഹി മാ ഹം ബദൽത്തെ രഹേ അപ്നെ കന്ധേ, മാ ആഖിർ മാഹി തോ ഹെ. बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ, और माँ के कंधों से उतरते ही उतर गए हमारे कंधे. എന്താ ബദൽന എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുക, മാറ്റുക. കന്ധേ ബദൽന എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം മാറ്റുന്നത്. കന്ധോസെ ഉത്തർന, മരിച്ചു പോവുക എന്നുള്ളൊരു അർത്ഥമാണ്. ഇത്രയാണ് ഇതിൽ വരുന്ന വേർഡ് മീനിങ്സ്. ഇനി നമുക്ക് നോക്കാം കവി എന്തൊക്കെയാണ് കവിതയിലൂടെ നമുക്ക് അമ്മയെക്കുറിച്ചുള്ള, അമ്മയുടെ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്ന് നോക്കാം. ഹം ഭായിയോ के पुल बनी थी माँ, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. എന്താ ഹം ഭായിയോ കെ പുൽ ബനി ഥി മാ, എന്താ ഞങ്ങൾ സഹോദരങ്ങളുടെ ഇടയിൽ ഒരു പാലമായിരുന്നു. എന്താ ഈ പാലം എന്ന് വെച്ചാൽ എന്താ രണ്ട് അറ്റത്തെ കൂട്ടിമുട്ടിപ്പിക്കാൻ യോജിക്കുന്ന ഒരു കണ്ണിയാണല്ലേ പാലം. അതുപോലെ നമ്മളെ സഹോദരങ്ങളെ പരസ്പരം സ്നേഹിച്ചും സ്നേഹിപ്പിച്ചും കൊണ്ടു നടക്കുന്ന ഒരു പാലമാണ് ആര്? അമ്മ. जिसमें माये दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की छुक छुक छक छक. എന്താ
അറിയാം, റെയിൽ ഗാഡി അല്ലെ, ട്രെയിന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്യുമ്പോഴും എന്താ ചുവപ്പ് പച്ച ലൈറ്റുകൾ കാണാം അല്ലെ. പക്ഷെ ഈ അമ്മ എന്താ, ഈ നമ്മുടെ ഇടയിൽ പാലമായി ജീവിച്ചിരുന്ന ആ കാലത്ത് നമ്മുടെ അമ്മക്കെന്താ ഒരു ചുവപ്പോ പച്ചയോ ലൈറ്റോ ഒന്നുമില്ലാതെ എന്താ ഒരു തടസ്സവും ഇല്ലാതെ നമുക്കിടയിൽ എന്താ ഓടിക്കൊണ്ടിരിക്കുകയാണ് അമ്മ. ഒരു എന്താ തടസ്സവും ഇല്ലാതെ നമുക്കിടയിൽ ദിവസവും ഓടിക്കൊണ്ടിരിക്കുകയാണ് ആര്, ഈ അമ്മ. അതാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ്, पिता के बाद हम भाइयों के बीच पुल बनी माँ अचानक नहीं टूटी, धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. എന്താ പറയുന്നത്? पिता के बाद हम भाइयों के बीच पुल बनी माँ. എന്താ, അച്ഛന് ശേഷം നമ്മൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ ആരായിരുന്നു? ഒരു പാലമായിരുന്നു. ഞങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന, സ്നേഹിച്ചു കൊണ്ടുപോകുന്ന ഒരു പാലമായിരുന്നു. ആ പാലം എന്താ, അചാനക് നെഹി ടൂട്ടി. ആ അമ്മ പെട്ടെന്നൊന്നും ദുർബലയായില്ല. പിന്നെന്താ, ധീരെ ധീരെ ടൂട്ടി രഹി, ഹം ദേഖ്തേ രഹെ ഔർ മാൻതേ രഹെ കി ബൂഢാ രഹി ഹെ മാ. എന്താ, പെട്ടെന്ന് ദുർബലയായില്ല ആ അമ്മ. പിന്നെയോ പതുക്കെ പതുക്കെയാണ് ആ അമ്മ ദുർബലയായിക്കൊണ്ടിരുന്നത്. അതെന്താ, നമ്മൾ കണ്ടും മനസ്സിലാക്കിയും കൊണ്ടിരുന്നു. എന്ത്, നമ്മുടെ അമ്മ വാർദ്ധക്യത്തിലേക്ക് നീങ്ങിയത്. എന്താ, അതായത് മാനസികമായും ശാരീരികമായും ആ അമ്മ ദുർബലയായി, വാർദ്ധക്യമായി അല്ലെ. ഇനി നെക്സ്റ്റ് ലൈൻ, माँ के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. എന്താ പറയുന്നേ നോക്കാം. എന്താ, माँ के बार बार कहने को हम मानकर चलते रहे. എന്താ, അമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള ആ ഒരു വാക്കുകൾ എന്താ, ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു പോയിരുന്നു. उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ. എന്താ, അമ്മയുടെ എന്താ വാർദ്ധക്യത്തിലെ ശീലമായി അത് അമ്മയുടെ ഓരോ ശബ്ദത്തിലും എന്താ അമ്മ ദുർബലയായി കൊണ്ടിരുന്നു. അമ്മയുടെ വാർദ്ധക്യത്തിലെ ശീലമായി കൊണ്ട് അമ്മയുടെ ഓരോ ശബ്ദവും എന്താ ദുർബലയായി വരികയാണ്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് ലൈൻസ്, हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई, धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. എന്താ, അതായത് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന അമ്മ ഒരു ദിവസം എന്തായി, നമ്മുടെ ചുമലിലായി. അമ്മയുടെ ഉത്തരവാദിത്വം നമ്മുടെ ചുമലിലായി. ധീരെ ധീരെ महसूस करने लगे हम अपने वृषभ कंधों में माँ का भारी होना. അങ്ങനെ നമ്മുടെ ചുമലിലായ ആ അമ്മയെ നമ്മൾ എന്താ പതുക്കെ പതുക്കെ എന്താ മനസ്സിലാക്കി അനുഭവിച്ചു കൊണ്ടിരുന്നു. എന്ത്, ആ അമ്മ നമ്മുടെ ദൃഢമായ ചുമലുകളിൽ എന്താ ഭാരമായി കൊണ്ടിരിക്കുകയാണ് എന്ന്. നെക്സ്റ്റ് ലൈൻസ്, जब तक जीवित रही माँ हम बदलते रहे अपने कंधे, माँ आखिर माँ ही तो है, बार बार हमें कंधे बदलते देख हमारे कंधों से उतर गई माँ और माँ के कंधों से उतरते ही उतर गए हमारे कंधे. നോക്കാം എന്താ പറയുന്നേന്ന്. जब तक जीवित रही माँ हम बदलते रहे अपने कंधे. അതായത് അമ്മ ജീവിച്ചിരുന്നിടത്തോളം കാലം നമ്മൾ എന്താ ചെയ്തേ, നമ്മളെ ചുമൽ മാറിക്കൊണ്ടേയിരുന്നു. അതായത് ഉത്തരവാദിത്വം ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു. മാ ആഖിർ മാഹിത്തോ ഹെ, അമ്മ എന്താ, അമ്മ തന്നെയാണ്.
അതായത് അമ്മയാണ് എന്ത് മനസ്സിലാക്കുന്നത്, തൻ്റെ മക്കളെ വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ അമ്മയാണ്. ബാർ ബാർ ഹമേ കന്ധേ ബദൽത്തെ ദേഖ് ഹമാരെ കന്ധോസെ ഉത്തർ ഗയി. അങ്ങനെ വീണ്ടും വീണ്ടും തൻ്റെ ഉത്തരവാദിത്തം മക്കള് മാറി മാറി ചെയ്യുന്നത് കണ്ട് ആ അമ്മ സ്വയം ഒരു ദിവസം കന്ധോസെ ഉത്തർന്ന് വെച്ചാൽ മരിച്ചുപോയി. और माँ के कंधों से उतरते ही उतर गए हमारे कंधे. എന്താ പറയുന്ന കവി അതില്? അങ്ങനെ അമ്മ ചുമലിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ ഈ മക്കൾ അവരും ദുർബലരായി എന്നാണ് കവി പറയുന്നത്. നല്ല ഒരു കവിതയാണ്. കാരണം നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്നതാണ് മക്കളെ വളർത്തി വലുതാക്കി അവസാനം അമ്മ വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് മക്കൾ അമ്മയെ കുറച്ചുനാൾ ഒരു കുട്ടി, കുറച്ചുനാൾ മറ്റൊരു മകൻ, അങ്ങനെ നോക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് കവി മനോഹരമായി ഈ കവിതയിലൂടെ നമുക്ക് മുന്നിൽ വിവരിച്ചിരിക്കുന്നത്. ഇത്രയുമാണ് ഈ കവിതയിൽ പറയുന്നത്. കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കുക. താങ്ക് യു.